വണ്ടൂരിൽ അനധികൃത തെരുവ് കച്ചവടത്തിനെതിരെ വ്യാപക പ്രതിഷേധം. വണ്ടൂർ കുരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെയുള്ള പൊതുനിരത്തുകളും നടപ്പാതകളും കയ്യേറി നടത്തുന്ന അനധികൃത കച്ചവടങ്ങൾ നിയന്ത്രിക്കണമെന്ന ആവശ്യമായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി രംഗത്ത്. വിഷയം ചൂണ്ടിക്കാട്ടി ഭാരവാഹികൾ വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് പരാതി നൽകി. വണ്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കാളികാവ് റോഡിലെ കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെയുള്ള പ്രദേശങ്ങളിൽ ദിനം പ്രതി അനധികൃത തെരുവ് കച്ചവടക്കാരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നതായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ആരോപിക്കുന്നു. പൊതുനിരത്തുകളും നടപ്പാതകളും കയ്യേറിയുള്ള ഇത്തരം കച്ചവടങ്ങൾ പ്രദേശത്തെ ഗതാഗതക്കുരുക്കിനും കാൽനട യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത്. പഞ്ചായത്ത് ലൈസൻസ് എടുത്തും കെട്ടിട വാടകയും വൈദ്യുതി ചാർജും അടക്കമുള്ള കൃത്യമായ ഫീസുകൾ നൽകിയും നിയമാനുസൃതം കച്ചവടം നടത്തുന്ന വ്യാപാരികൾക്ക് ഇത് കടുത്ത സാമ്പത്തിക നഷ്ടവും അന്യായമായ മത്സരവുമാണ് ഉണ്ടാക്കുന്നത്. മുമ്പും നിരവധി തവണ ഈ വിഷയം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഫലപ്രദമായ നടപടികൾ ഉണ്ടായിട്ടില്ലെന്ന് സംഘടന പരാതിപ്പെടുന്നു. കാളികാവ് റോഡിലെ വണ്ടൂർ ജംഗ്ഷൻ മുതൽ വാണിയമ്പലം വരെ ഏതാണ്ട് മുഴുവൻ സ്ഥലം ടൗൺ തന്നെയാണ്. അപ്പോൾ കൂരിക്കുണ്ട് വരെ വണ്ടൂർ ടൗണിൽ കാളികാവ് റോഡിൽ കൂരിക്കുണ്ട് വരെ നിലവിൽ തെരുവോര കച്ചവടം നിരോധിച്ചിട്ടുണ്ട്. എന്നാൽ ടൗണിൻ്റെ തന്നെ അതേ ഭാഗമായ കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെ നിരവധി വാഹനങ്ങൾ 8, 9, 10 വാഹനങ്ങൾ തെരുവോര കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സ്ഥിതിയിൽ ലൈസൻസ്, GST, വെയ്റ്റ് ആൻഡ് മെഷർമെൻറ്റ്, FSSA അങ്ങനെ തുടങ്ങി നിരവധി ലൈസൻസുകളും രേഖകളും റെക്കോർഡുകളും ഒക്കെ ഉണ്ടാക്കി കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. കൂടാതെ ഉപഭോക്താക്കളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ നഷ്ടം വരുത്തുന്നുണ്ട്. ചെറിയ പൈസ ലാഭം കാണിക്കുന്നുണ്ടെങ്കിലും സെക്കൻഡ്സ് സാധനങ്ങളും കൂടാതെ അളവിലും തൂക്കത്തിലും വ്യത്യാസം വരുത്തിയും സീൽ ചെയ്യാത്ത ഉപകരണങ്ങൾ ഉപയോഗിച്ച് തൂക്കി ഉപഭോക്താക്കൾക്ക് ഉൽപ്പന്നങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് അതിൻ്റെതായ പ്രയാസങ്ങളും നിലവിലുണ്ട്. ഉപഭോക്താക്കൾക്ക് തൂക്കം കുറഞ്ഞ സാധനങ്ങളാണ് കിട്ടുന്നത്. അപ്പോൾ ഇത്തരം പ്രയാസങ്ങളെ ദൂരീകരിക്കാൻ വേണ്ടി ഗ്രാമപഞ്ചായത്തിന് അത് തങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ഈ തെരുവോര കച്ചവടങ്ങൾ നിരോധിക്കാവുന്നതാണ്. അതിന് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റിനും പഞ്ചായത്ത് അധികൃതർക്കും പരാതി കൊടുത്തിട്ടുണ്ട്. അതിന്മേൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്ന് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ സ്വീകരിക്കുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. കൂരിക്കുണ്ട് മുതൽ കുറ്റിയിൽ വരെയുള്ള പ്രദേശങ്ങളിലെ അനധികൃത കച്ചവടങ്ങൾ ഉടൻ പരിശോധിക്കുക. പഞ്ചായത്ത് നിയമങ്ങളും മറ്റ് വ്യവസ്ഥകളും അനുസരിച്ച് കയ്യേറ്റക്കാർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കുക. ലൈസൻസോടെ പ്രവർത്തിക്കുന്ന വ്യാപാരികളുടെ അവകാശങ്ങളും താല്പര്യങ്ങളും സംരക്ഷിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പരാതി നൽകിയത്. വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് N. അബ്ദുൽ ഗഫൂർ, ജനറൽ സെക്രട്ടറി T. യൂസഫ്, ട്രഷറർ CK മുജീബ്, N. നജ്മുദ്ദീൻ, മുഹമ്മദ് റാഫി എന്നിവരുടെ നേതൃത്വത്തിലാണ് പഞ്ചായത്തിന് പരാതി സമർപ്പിച്ചത്.